ഹലോ ഫ്രണ്ട്സ്, അടുക്കളയിൽ നിന്നും എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ജിഫീസ് കിച്ചൺ. അപ്പോൾ അതാ നമ്മൾ ഇന്ന് മീൻ വറുത്തിട്ട് എങ്ങനെ കറി വയ്ക്കാം എന്നുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളാണ്, ടേസ്റ്റിയാണ്. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് പുറത്ത് വയ്ക്കാം. ഫ്രിഡ്ജിലാണെങ്കിൽ അധികം നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. വളരെ പെട്ടെന്ന് ഒരു 5-10 മിനിറ്റോ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള അത്യാവശ്യം മാംസമുള്ള മീനായിരിക്കണം. ഞാനിവിടെ അയലയാണ് എടുത്തിട്ടുള്ളത്. ചാളയൊക്കെ ആണെങ്കിലും വെക്കാം കേട്ടോ. തീരെ പൊടിയായിട്ടുള്ള മീനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മളൊരു അരമണിക്കൂർ മുന്നേ തന്നെ ഇത് ഉപ്പും മഞ്ഞളൊക്കെ തേച്ച് പിടിപ്പിച്ച്, മുളകൊക്കെ തേച്ച് പിടിപ്പിച്ച് റെഡിയാക്കി വെക്കണം. അതിനുശേഷം നമ്മൾ സാധാരണ മീനൊക്കെ വറുത്തെടുക്കുന്ന പോലെ വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ ഏത് എണ്ണയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് വറുത്തു കോരുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ മീനിട്ട് ഉടനെ തന്നെ ഇളക്കരുത്. ഒരു 1-2 മിനിറ്റിന് ശേഷം മാത്രമേ ഇളക്കാവൂ. കാരണം ഇത് നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്, മീൻ പിടിക്കത്തില്ല. എന്നിരുന്നാൽ കൂടി നമ്മൾ കയ്യിലിട്ടൊക്കെ കുത്തി ഇളക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകും. അപ്പം നമ്മുടെ കറി കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. തീരെ ചെറിയ മീനൊക്കെ ആണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. പക്ഷെ നമ്മുടെ അത്യാവശ്യം ഫ്ലഷ് ഉള്ള മീനല്ലേ, അപ്പോൾ കുത്തി ഇളക്കുമ്പോൾ അതങ്ങ് പൊട്ടിപ്പോവും. അപ്പം അതിൻ്റെ ഭംഗി അങ്ങ് പോകും. അത് മാത്രമല്ല, നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴത്തേനും കറിക്കും കൂടി താളിക്കാൻ പാകത്തിനുള്ള അളവിൽ ഒഴിച്ചാൽ നമുക്ക് പിന്നെ വേറെ വെളിച്ചെണ്ണ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് നമ്മുടെ മീനെല്ലാം നല്ല അസലായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള രീതിയിലായിരിക്കണം വറുത്തെടുക്കേണ്ടത്. അപ്പോഴേ ആ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ ബാക്കി വന്ന വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇന്നത് കറിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ എണ്ണ ആ ചൂട് പോകാതെ തന്നെ നമ്മൾ അതിലേക്ക് ഒരു വലിയ സവാള, ചെറിയ സവാളയാണെങ്കിൽ 2 ചെറിയ സവാള എടുക്കാം. ഇവിടെ ഞാൻ വലിയ സവാളയാണ്. അപ്പോൾ ആ ഒരു വലിയ സവാള ചെറിയ കഷ്ണങ്ങളാക്കിയോ അല്ലെങ്കിൽ ഇതേപോലെ നീളത്തിലോ അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ സാധാരണ ഇഞ്ചി തീരെ പൊടിയാക്കിയോ അല്ലെങ്കിൽ നമുക്ക് നീളത്തിലോ അരിഞ്ഞിടാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4-3 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പച്ചമുളകിന് നല്ല എരിവുള്ളത് കൊണ്ട് ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. വളരെ പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ മീൻ വറുക്കാൻ എടുത്തപ്പോൾ അതിൽ ഉപ്പ് തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കറിയുടെ ചാറിനും ഗ്രേവിക്കും ഒക്കെ പറ്റുന്ന അത്ര അളവിൽ ഉപ്പ് മാത്രം മതി. അപ്പോൾ ഉപ്പിട്ട ശേഷം നന്നായിട്ട് അതൊന്ന് മൊരിയിച്ചു കൊടുക്കുക. നന്നായിട്ട് മൊരിയിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വാടിപ്പോവുക എന്നല്ല കേട്ടോ. പതിയെ ഒന്ന് കുഴഞ്ഞു വരുന്നൊരു പാകമാകുമ്പോഴത്തേനും നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 3/4 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. അതായത് നമ്മുടെ എരിവിൻ്റെയും കളറിൻ്റെയും ഒരു കണക്കനുസരിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എരിവ് നിങ്ങൾക്ക് നന്നായിട്ട് വേണം എന്നാണെങ്കിൽ നമുക്ക് മുളക് പൊടി, സാധാ മുളക് പൊടി അധികം ചേർക്കാം. എനിക്കിവിടെ എരിവിപ്പോൾ പച്ചമുളകിന് നല്ല എരിവുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ മുളക് പൊടി ഇടുന്നില്ല. കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പ് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ഈ 1 കപ്പ് വിനീഗറിലാണ് നമ്മൾ ഈ മീൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ചോദിക്കുന്ന അച്ചാറിൻ്റെ റെസിപ്പി, ഏകദേശം അച്ചാറിൻ്റെ റെസിപ്പിയാണ്. എന്നാലും അച്ചാറിന് നമ്മൾ അങ്ങനെ സവാളയൊന്നും ഇടത്തില്ലല്ലോ. പക്ഷെ ഇത് സവാളയൊക്കെ ഇട്ട് ഒരു കറിയുടെ പരുവത്തിൽ കുറച്ച് ചാറാക്കിയാണ് വെക്കുന്നത്. അതിനുശേഷം നമ്മുടെ ആവശ്യത്തിന് വേപ്പില നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് കൊട്ടിയിടുക. ഇത്രേ ഉള്ളൂ. നമ്മുടെ വറുത്ത് വെച്ച ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു കഷ്ണം മതി ചോറുണ്ണാനായിട്ട്. 1-2 ദിവസം പുറത്തും വെക്കാം. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് 2-3 ആഴ്ച വരെ ഇത് യൂസ് ചെയ്യാം. ചൂടാക്കി കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അധികം ചാറൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഫിഷ് വറുത്ത് കറി വയ്ക്കാമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടിയൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക, ഓള് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.